ആന്റണിയുടെ വിധി വന്നിരിക്കുന്നു. ആട് ആന്റണിക്ക് ജീവപര്യന്തം. രാജ്കുമാർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, ഇതിൽ അല്പം മുമ്പാണ് കൊല്ലം ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ആടാനണിക്കുള്ള ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ. മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. നഷ്ടപരിഹാരം കൂടിയുണ്ട്. അതിൻ്റെ തുക സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം പ്രോസിക്യൂഷൻ പ്രധാനമായും ഇതിൽ വാദിച്ചത് അതായത് വധശിക്ഷയ്ക്ക് തൊട്ട് താഴെയുള്ള പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം. ഒപ്പം തന്നെ അതിൽ എടുത്തു പറഞ്ഞത് നഷ്ടപരിഹാരം 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയാണ് ഇതിൽ നഷ്ടപരിഹാരമായി ഇപ്പോൾ കോടതി ശിക്ഷയ്ക്കൊപ്പം തന്നെ വിധിച്ചിട്ടുള്ളത്. അത് ഒടുക്കിയില്ലെങ്കിൽ അത് തടവായി അത് അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ആട് ആന്റണിയെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ആണ് സുപ്രധാന വിധി പ്രസ്താവിച്ചത്. ജീവപര്യന്തം കഠിന തടവാണ് ആട് ആന്റണിക്കുള്ള ശിക്ഷ. ഒപ്പം 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അവിടെ പ്രോസിക്യൂഷന്റെ ഒക്കെ തന്നെ വാദങ്ങൾ ഏത് വിധത്തിലായിരുന്നു രാജ്കുമാർ? ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് അതിൽ 8 വകുപ്പുകളാണ് പ്രോസിക്യൂഷൻ ചുമത്തിയിരുന്നത്. അതിൽ ഒരെണ്ണം ഒഴികെ തെളിവ് നശിപ്പിച്ചു എന്നുള്ള ഒരു കുറ്റം, ആ കുറ്റമൊഴികെ മറ്റുള്ളത് മുഴുവനും കോടതി അംഗീകരിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച തന്നെ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. 22-ാം തീയതി ശിക്ഷ പറയാൻ മാറ്റിവെച്ചിരുന്നുവെങ്കിലും മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുണ്ടായ ആ സംഘർഷത്തിൻ്റെ അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിയെ ഇവിടെ കൊണ്ടുവരുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പ്രശ്നമാകും എന്ന് കരുതി അത് 27-ലേക്ക് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജില്ലാ ജഡ്ജി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആട് ആന്റണിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, കഠിന തടവ് ശിക്ഷിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പക്ഷേ കേസിന്റെ ഒരു പ്രത്യേകതയൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിചാരണയായിരുന്നു ഉടനീളം നടന്നത്. ആട് ആന്റണിയെ പോലെ വലിയൊരു മോഷ്ടാവ്, വലിയൊരു തട്ടിപ്പുകാരനൊക്കെ ഇതിലെ പ്രതിയാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത്തരം അതിന്റെ കേസിന്റെ നാൾ വഴിയിലേക്ക് കൂടി പോയാൽ രാജ്കുമാർ, ഇതിൽ 2012-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നിട്ടുള്ളത്. പാരിപ്പള്ളിയിൽ ഇതിൽ വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ആട് ആന്റണിയെ ഒരു മാരുതി ഒമിനി വാനിൽ കണ്ടെത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ASI ജോയ്, അതുപോലെ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ മണിയമ്പിള്ള, ഇവർ ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെയാണ് പിന്നിൽ നിന്നുകൊണ്ട് ഇതിൽ ഡ്രൈവർ മണിയമ്പിള്ളയുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ കത്തി കുത്തിയിറക്കി മണിയമ്പിള്ളയെ കൊലപ്പെടുത്തുന്നത്. ഇത് കണ്ട് ഇത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ച ASI ജോയിയെയും വയറ്റിൽ കുത്തി പരിക്കേൽപ്പിച്ച് ആട് ആന്റണി രക്ഷപ്പെടുകയായിരുന്നു. 3 വർഷം അയാൾ പോലീസിനെ വെട്ടിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഏറ്റവും ഒടുവിൽ പാലക്കാട് വെച്ചാണ് തന്ത്രപരമായ നീക്കത്തിലൂടെ ആട് ആന്റണിയെ പോലീസ് വലയിൽ വീഴ്ത്തുന്നത്. അതിനു മുമ്പ് തൃശ്ശൂരിലും മറ്റ് പല സ്ഥലങ്ങളിലും അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഇയാൾ പേര് മാറ്റിയും രൂപം മാറ്റം വരുത്തിയും പോലീസിനെ വെട്ടിച്ച് ഇയാൾ കഴിയുകയായിരുന്നു. ഇതിൽ ഏറ്റവും ഒരു കൗതുകമുള്ളത് ആട് ആന്റണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഷണ വസ്തുക്കൾ അല്ലെങ്കിൽ മോഷണ രീതി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലാണ് ആട് ആന്റണിയുടെ വീക്ക്നെസ്. ഏറ്റവും ഒടുവിൽ ഇയാളെ പിടികൂടുമ്പോഴും 100 കണക്കിന് കമ്പ്യൂട്ടറുകളും സാധനങ്ങളുമാണ് തൊണ്ടി മുതലായി പോലീസ് കണ്ടെടുത്തിരുന്നത്. ഇതൊരു വലിയ ഒരു പ്രദർശന വസ്തു തന്നെയായിരുന്നു. അത് മാധ്യമങ്ങൾ നമ്മൾ ഉൾപ്പെടെയെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. ഒപ്പം തന്നെ ആട് ആന്റണിയുടെ ധനസഹായം വേണ്ട എന്ന മണിയൻപിള്ളയുടെ കുടുംബങ്ങൾ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ ഇതിൽ കോടതിയിൽ പ്രധാനമായി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ആട് ആന്റണി കൊലപ്പെടുത്തിയ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ആട് ആന്റണിയിൽ നിന്ന് ഈടാക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ആട് ആന്റണി ഒരു കുപ്രസിദ്ധ മോഷ്ടാവായതിനാൽ സ്വന്തമായി അങ്ങനെ ഒരു സമ്പാദ്യം, എല്ലാം മോഷണം മുതലാണ്, അപ്പോൾ അയാൾക്ക് സ്വന്തമായി സമ്പാദ്യം ഇല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് ഗവൺമെൻറ് നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രത്യേക പ്രോസിക്യൂട്ടർ വാദിച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ 2 ലക്ഷം രൂപ പിഴ വിധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ രാജ്കുമാർ, ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു വലിയ ദുർഘടമായ ഒരു അവസ്ഥയിൽ നിന്നുകൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കണം. സുപ്രധാനമായ ഒരു കേസാണ്. ഈ കേസിന്റെ വിധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാരനായ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ട സംഭവം ആണ്. അവിടെ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുമുണ്ട്. ഈ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ കൂടി എങ്ങനെയാണ് രാജ്കുമാർ?
ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് കൂടുതൽ പോലീസ് സേന ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ പോലീസിന്റെ വാഹനം പുറത്ത് റോഡിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ബന്ദോബസ്താണ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പുറം ഭാഗത്ത് നമ്മൾ മധ്യത്തായി നിൽക്കുന്ന പോലീസ് സേന, അതിൻ്റെ അപ്പുറം ഭാഗത്ത് ഇതിലെ അഭിഭാഷകരും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു ഇഞ്ച് പോലും മാധ്യമപ്രവർത്തകരെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഇന്ന് രാവിലെ മുതലുള്ള നിലപാടിൽ തന്നെയാണ് അഭിഭാഷകർ. അവർ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ആന്റണിയെ ഇവിടെ പുറത്തു കൊണ്ടുവരും. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഹൈക്കോടതിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇതേ രീതിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സുപ്രീം കോടതി ജഡ്ജിയും അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മറ്റ് ജഡ്ജിമാർ ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിൽ ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് കൊച്ചിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമ പ്രതിനിധികളെയും ഒപ്പം അഭിഭാഷകരുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് സമാധാന യോഗം നടന്നു. തുടർന്ന് മേലിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഉപസമിതികൾക്കും രൂപം നൽകിയിരുന്നു. അതോടുകൂടി ഈ പ്രശ്നം തീർന്നു എന്ന നിലയിലാണ് സമൂഹം കരുതിയിരുന്നത്. എന്നാൽ വീണ്ടും എറണാകുളത്ത് ഖുറേഷിയെ കൊണ്ടുവന്ന IS തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ട ഖുറേഷിയെ കൊണ്ടുവരുന്ന സമയത്തും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും ഒക്കെ തന്നെ മാധ്യമപ്രവർത്തകരെ വീണ്ടും അഭിഭാഷകർ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി, തടയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ അത് ഏറ്റവും ഒടുവിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ആന്റണിയുടെ കേസ് സമൂഹം ഏറെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നതാണ്. ഈ പ്രതിക്ക് ഏത് തരം ശിക്ഷയാണ് നൽകാൻ പോകുന്നുവെന്ന് ഒരു കാര്യം അറിയാൻ വേണ്ടി പ്രേക്ഷകരും ഒപ്പം സമൂഹം മുഴുവനും കാത്തിരുന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്യാനും അത് അറിയിക്കാൻ വേണ്ടി എത്തിയ മാധ്യമപ്രവർത്തകരെ ആ ജോലിയിൽ തടസ്സപ്പെടുത്തുകയും അതിൽ പോലീസും ഇതിനകത്ത് അഭിഭാഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു ഗൗരവമായിട്ടുള്ള ഒരു ഗതികേടാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പോലീസ് തീർച്ചയായിട്ടും കോടതിയിലെത്തി നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണമായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായില്ല. ഒരു ക്രമസമാധാനം തകരാതിരിക്കാൻ വേണ്ടിയും പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാനും വേണ്ടിയാണ് പോലീസ് ആ രാജ്കുമാർ അവിടെ ഹൈക്കോടതിയിലും ആയാലും ഇവിടെ ട്രിവാൻഡ്രം ജില്ലാ കോടതിയിലായാലും ഒക്കെ കണ്ടതുപോലെയുള്ള ഒരു പ്രകോപനപരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടോ അഭിഭാഷകർ? തീർച്ചയായിട്ടും ഇവിടെ അല്പം മുമ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണിക്കൊക്കെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഏതാനും വലിയൊരു അഭിഭാഷക സംഘം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ചിലർ അവരുടെ കയ്യിൽ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ചിത്രീകരിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പോലീസാണ് ആ സമയത്ത് കൃത്യമായി ഇടപെട്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അല്പം മുമ്പ് പോലും പോലീസ് ഇതിൽ അഭിഭാഷകർ ഇതേ നിലപാട് നമ്മളെ ക്യാമറയിൽ പകർത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം പ്രകോപനപരം തന്നെയാണ്. ഏത് വിധേനയും ഈ പ്രശ്നം ഇവിടെ അലങ്കോലമാക്കുകയും അത് ഒരു അക്രമ സംഭവത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹം ഒരുപക്ഷെ എല്ലാ അഭിഭാഷകർക്കില്ലെങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു നമ്മൾ ഇവിടെ കണ്ട ദൃശ്യങ്ങൾ. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ACPമാർ ഉൾപ്പെടെ വലിയൊരു സംഘമാണ്, CIമാരും SIമാരും ഉൾപ്പെടുന്ന വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥ സംഘമാണ് ഇവിടെ മധ്യഭാഗത്തായി നിൽക്കുന്നത്. ഇവർ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും അഭിഭാഷകർ ആക്രമിക്കുന്ന തരത്തിലേക്ക് വരുമോ എന്നുള്ള ആശങ്ക പോലീസിനില്ലാതെയില്ല. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ തന്നെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനും സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സന്തോഷ് ബിനുവിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകം യോഗം ചേരുകയും ബാർ അസോസിയേഷൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിരുന്നു, പ്രസ് ക്ലബ് ഭാരവാഹികളുമായി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. നമുക്ക് കേസിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി വന്നാൽ രാജ്കുമാർ, ഒരുപക്ഷെ ആന്റണിയെ പോലെയുള്ള ഒരാൾ വലിയ തട്ടിപ്പുകളൊക്കെ നടത്തിയിരുന്ന ഒരാൾ പോലീസിന്റെ വലയിലാകാതെ രക്ഷപ്പെട്ട് നടന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ സംഭവം, അതായത് ആ സമയത്ത് സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ വിദേശത്തായിരുന്നുവെന്നും ഒപ്പം തന്നെ പോലീസ് കെട്ടിച്ചമച്ചൊരു കേസാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നിരുന്നു ഒരു ഘട്ടത്തിൽ. ഒരുപക്ഷെ ഇത്തരം വാദങ്ങളൊക്കെ തകർന്ന് വളരെ വേഗം വിചാരണ പൂർത്തിയാക്കി എന്നൊക്കെ പറയുന്നത് ഒരു ആ ഭാഗത്ത് ഒരു മാതൃകാപരമായ ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. 30 ദിവസം കൊണ്ടാണ് ജില്ലാ കോടതിയിൽ ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയായത്. ഏകദേശം 72ഓളം തെളിവുകൾ, 38ഓളം സാക്ഷികൾ തുടങ്ങി ഒരു സമഗ്രമായിട്ടുള്ള തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. 7 കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. ഇതിൽ തെളിവ് നശിപ്പിച്ചു എന്നതൊഴികെ മറ്റുള്ളത് മുഴുവനും ജില്ലാ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ട് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം,
ഇതിൽ നഷ്ടപരിഹാരവും കൂടി ഇത് നൽകണമെന്ന് വിധിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ആ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ അതിനുള്ള തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ വിധിന്യായം പൂർണ്ണമായും നമുക്കതിൻ്റെ ഉള്ളിൽ കയറി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൈമാറാൻ സാധിക്കാത്തത്. എന്തായാലും ശരി, ഇപ്പോൾ ആന്റണി ഇത് കോടതി രാവിലെ 12 മണിക്ക് ഇത് ആന്റണി താങ്കൾ കുറ്റക്കാരനാണെന്ന് ആന്റണിയോട് തന്നെ കോടതി ജില്ലാ ജഡ്ജി നേരിട്ട് അറിയിച്ചു. ഇന്ന കുറ്റങ്ങളാണ് നിങ്ങൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്ന് അറിയിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് താൻ നിരപരാധിയാണ് എന്ന മറുപടിയാണ് ആന്റണി ജില്ലാ ജഡ്ജി ജോർജ് മാത്യുവിനെ അറിയിച്ചത്. തുടർന്നാണ് കേസിൻ്റെ ശിക്ഷ പറയാൻ വേണ്ടി ഇത് വാദം തുടങ്ങുകയും പിന്നീട് ഇപ്പോൾ ശിക്ഷ പറയുകയും ചെയ്തിരിക്കുന്നത്. ആന്റണിക്ക് പൊതുസമൂഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിച്ചിട്ടുണ്ട്. അവിടെ ഈ ഒരു കേസിന്റെ ഒരു അതിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സ്പെസിഫിക് കേസുമായിട്ട് കടക്കുമ്പോൾ തന്നെ ആന്റണിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അയാൾ ഇതുവരെ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ, അതൊക്കെ കൂടി ഒരു പക്ഷേ ഈ കേസിന് ഈ ഒരു തരത്തിലുള്ള ഒരു വിധിയിലേക്കൊക്കെ സഹായകമായിട്ടുണ്ടാവില്ലേ? തീർച്ചയായും ഇതിൽ കുണ്ടറയിലാണ് ആദ്യമായിട്ട് ആന്റണി കമ്പ്യൂട്ടർ മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലാകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റണിയുടെ ഒരു മോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ അപഹരിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും ഇഷ്ട വിനോദം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും കഴിഞ്ഞ ഒരു 10-20 വർഷമായി ആന്റണി സ്ഥിരമായി തന്നെ ഇത്തരം ഉപകരണങ്ങളാണ് മോഷ്ടിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ, കോയമ്പത്തൂരിലും ധാരാളം മോഷണ കേസുകൾ ഇയാൾ പ്രതിയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടുത്തെ ശിക്ഷ വന്ന സ്ഥിതിക്ക് ഇനി ഇയാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും തമിഴ്നാട് പോലീസ് ഇവിടെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഇയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആന്റണി പോലീസിനെ വെട്ടിച്ച് കിടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജയിൽ ചാടാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്രമാത്രം തന്ത്രശാലിയായിട്ടുള്ള ഒരു കള്ളൻ കൂടിയാണ് ഈ ആന്റണി. ഇയാൾ ഈ പോലീസിൻ്റെ വലിയൊരു സേന നിരവധി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി പോലീസ് വലിയ തോതിലുള്ള ഒരു അന്വേഷണമാണ് ഈ കാലയളവിൽ നടത്തിയിരുന്നത്. മുഴുവനും ിച്ചുകൊണ്ട് ഇയാൾ നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ പാർക്കുകയായിരുന്നു. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഇയാൾക്ക് 9ഓളം ഭാര്യമാരുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഭാര്യയുടെ മകളെയും ഇയാൾ ആന്റണിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. പോലീസ് ഡ്രൈവറായ മനീൻ പിള്ളയെ കൊന്ന ആന്റണിക്കാണ് ഇപ്പോൾ ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. ആന്റണിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പോലീസ് ഡ്രൈവറായ മനീൻ പിള്ളയെ കൊന്ന കേസിലാണ് ആന്റണിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ആന്റണി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പോലീസ് ഡ്രൈവർ മണിയൻ പിള്ളയെ കുത്തിക്കൊലപ്പെടുത്തുകയും കൂടെ ഉണ്ടായിരുന്ന ഗ്രേഡ് SI ജോയിയെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന കേസിലാണ് ആന്റണിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊല്ലം സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആന്റണിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും മണിയൻ പിള്ളയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം ഉറപ്പാക്കണമെന്നും നേരത്തെ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ആന്റണിക്ക് പണം നൽകാൻ കഴിയാത്തതിനാൽ അത് സർക്കാർ നൽകണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടെ ആന്റണിയുടെ ധനസഹായം വേണ്ട എന്ന് മണിയൻ പിള്ളയുടെ കുടുംബം അറിയിച്ചിട്ടുമുണ്ട്. തിരികെ വാർത്തയിലേക്ക് തന്നെ എത്താം, വളരെ വേഗം ഒരിടവേളയിലേക്ക് കൂടി. ഡ്രൈവർ മണിയൻ പിള്ളയെ കുത്തിക്കൊന്ന കേസിൽ ആന്റണിക്ക് ജീവപര്യന്തം. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എങ്ങനെയാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഇതിൽ 302 പ്രകാരമാണ് ജീവപര്യന്തം തടവ് ശിക്ഷയും ഒപ്പം 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുള്ളത്. 307 പ്രകാരം 10 വർഷമാണ് കഠിന തടവ്, ഇതിനും 2 ലക്ഷം രൂപ പിഴയുണ്ട്. IPC 333 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും 25,000 രൂപയും ആണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇങ്ങനെ വിവിധ വകുപ്പുകൾ പ്രകാരം തടവ് ശിക്ഷയും ഒപ്പം തന്നെ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തടവ് ശിക്ഷ മുഴുവനും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 4,40,000 രൂപയാണ് ഇയാൾക്ക് വരുന്ന ഇയാളിൽ നിന്ന് പിഴ ഈടാക്കാനായിട്ട് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് ഗവൺമെൻറ്റിൽ നിന്നും ഈടാക്കാനായി പറഞ്ഞിട്ടുണ്ട്. ഇത് മണിയൻപിള്ളയുടെ കുടുംബത്തിനും ഒപ്പം പരിക്കേറ്റ ASI ജോയിക്കും നൽകണമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും സുപ്രധാനമായി ഇതുപോലൊരു തസ്കര വീരന് കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ്, ഒരു ശിക്ഷാവിധി തന്നെയാണെന്നാണ് നമുക്കും ഇതിനകത്ത് പറയാനുള്ളത്.
അവിടെ നടന്ന വാദത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ രാജ്കുമാർ? പ്രത്യേകിച്ച് നമുക്ക് അവിടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു വിലക്ക് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നടന്ന വാദവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെ നിലപാടുകളുമായി ഒക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാണോ? പ്രോസിക്യൂഷൻ ഈ വാദം, ശിക്ഷ സംബന്ധിച്ച വാദം നടക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ പരമാവധിയുള്ള ശിക്ഷ എന്ന നിലയിൽ അതൊരു വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ആണ് ഇതെന്ന് പറയാൻ കഴിയില്ല എന്ന് ജില്ലാ ജഡ്ജി അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. അതേസമയം ഇതുപോലുള്ള ഒരു കുറ്റവാളിക്ക്, ഒരു കുപ്രസിദ്ധ മോഷ്ടാവിന് നൽകാനുള്ള പരമാവധി ശിക്ഷ എന്ന നിലയിലാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നതെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് വധശിക്ഷയ്ക്ക് തൊട്ട് താഴെയുള്ള ശിക്ഷ നൽകണം എന്ന് വെച്ചാൽ ജീവപര്യന്തം തന്നെ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അത് അംഗീകരിച്ചുകൊണ്ടാണ് അന്തരിച്ച മണിയൻപിള്ളയുടെ ഭാര്യ സംഗീത നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. സംഗീത, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിധിയെ എങ്ങനെയാണ് കാണുന്നത്? സംഗീത ആന്റണിക്ക് ജീവപര്യന്തം നൽകിക്കൊണ്ടുള്ള കോടതി വിധി എങ്ങനെയാണ് കാണുന്നത്? ഞാൻ തൂക്കുകാര ആഗ്രഹിച്ചത് എങ്കിൽ പോലും തൂക്കുകാരല്ലെങ്കിലും നല്ല വിധിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കാരണവശാലും പുറലോകം കാണരുത്. അവിടെയാണ് കൊടും ക്രിമിനൽ ആണ്. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ അതിന്റെ ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തലത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയപ്പെടുത്തുന്നുണ്ടോ? രക്ഷപ്പെടുത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. കൃത്യം ഇനി ഒരിക്കലും ഒരു സാമൂഹികത്തിലും ഇതിന് ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ ആവർത്തിക്കരുത്. ഒരു കുടുംബം അനാഥമാക്കരുത്. അവിടെയാണ് മണിയൻപിള്ള അന്തരിച്ചത് തന്റെ കൃത്യനിർവഹണത്തിനിടയിലായിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു, ഒരുപക്ഷെ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇയാളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ ജയിലിൽ ചാടുകയോ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അത്തരം സാധ്യതകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കൂടുതൽ ശ്രദ്ധ കൂടി വേണ്ടതാണ്. രക്ഷപ്പെടുത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കൊലക്കയർ തന്നെയാണ്. ഈ ഒരു വിധി കൊലക്കയറിൽ പ്രതീക്ഷിച്ചിരുന്നതാ. എന്നാലും വേണ്ടല്ലോ, ഇത്രയും വർഷം ഉണ്ടല്ലോ. ഇയാൾ അവസാനം വരെ കഴിഞ്ഞ തടവല്ലേ ആണ്. അപ്പം തന്നെ ധനസഹായത്തിന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടി 2 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നൊരു വിധി കൂടിയുണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സംഗീത? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വളരെ നന്ദി. ക്ഷമിക്കണം, ഈ ഒരു അവസരത്തിലും ഒരുപക്ഷെ താങ്കളുടെ ഒരു പ്രതികരണം ഇവിടെ സുപ്രധാനമായതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയെ കൊന്ന കേസിൽ ആന്റണിക്ക് ജീവപര്യന്തം. ഒരിക്കൽ കൂടി രാജ്കുമാറിലേക്ക് പോവുകയാണ്. രാജ്കുമാർ, 302 പ്രകാരം ജീവപര്യന്തം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ബാക്കി ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ വിശദാംശങ്ങളൊപ്പം തന്നെ കോടതി വിധിയുടെ വിശദവിവരങ്ങളിലേക്ക്. 302, അതുപോലെ 307 മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുന്ന അതിൻ്റെ വകുപ്പുകളായി 333, 471, 468, IPC 408 പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ആന്റണി കുറ്റക്കാരനാണെന്നും പ്രതിക്ക് ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ കോടതി ജഡ്ജി ജോർജ് മാത്യു സുപ്രധാന വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ജീവപര്യന്തം കഠിന തടവാണ് ആന്റണിക്കുള്ള കടുത്ത ശിക്ഷ. ഒപ്പം 4,45,000 രൂപയും നൽകേണ്ടി വരും. ഇത് ഈ 2 കൂട്ടർക്കും, അതായത് മണിയൻപിള്ളയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ പരിക്കേറ്റ ASI ജോയ്ക്കും നൽകണമെന്നുള്ളതാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത്. അതേസമയം പ്രോസിക്യൂട്ടർ ഒരിക്കലും ഇതിൽ ഒരു വധശിക്ഷ വേണമെന്നുള്ള ഒരു ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം തടവ് ശിക്ഷയായി ഇത് കുറഞ്ഞിട്ടുണ്ട്. അല്പം മുമ്പ് സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു കൊടും കുറ്റവാളിക്ക് ഒരു മരണശിക്ഷ വേണം എന്നുള്ളതായിരുന്നു സമൂഹം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് സംഗീത തന്നെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ ഈ ശിക്ഷയിൽ അവർ സംതൃപ്തിയാണെന്നും അറിയിച്ചിരുന്നു.
രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആട് ആന്റണിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ശിക്ഷ വിധിച്ചിരിക്കുന്നു. നിരവധി വകുപ്പുകളാണ് 302 പ്രകാരം ജീവപര്യന്തം അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്.